ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏട്ടമീൻ്റെ തല വെച്ചിട്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ കഴിക്കാൻ പാൽക്കപ്പ ഉണ്ടാക്കാം. പാൽക്കപ്പ പിന്നെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ ഈ ഏട്ടത്തല വെച്ചിട്ടുള്ള കറി. മീൻ എല്ലാവരും കഴിക്കുന്ന മീനല്ല, പക്ഷെ ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു വിഭവമാണ് ഏട്ട. അപ്പോൾ അതിൻ്റെ തലയും എല്ലാവർക്കും നല്ല പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഏട്ടത്തലക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒരു 5-6 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. അതിലേക്ക് 20 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ചിൻ്റെ വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 30 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഇത്രയും എടുത്ത് നമ്മൾ ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റി ഒന്ന് വാടുമ്പോൾ, അതായത് ഈ ഉള്ളികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വീതം നമ്മൾ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂണും പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഗരം മസാലയും ഉലുവാപ്പൊടി 1 ടീസ്പൂൺ എടുത്തെന്ന് വെച്ചിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ. കാരണം ഇത് തല ഇത്തിരി വലിപ്പമുള്ള തലയായത് കൊണ്ട് തന്നെ കറി ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തല ഇങ്ങനെ വെട്ടിപ്പൊളിക്കണം. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ വിൽക്കുന്നവരെ കൊണ്ട് തന്നെ നമ്മളത് മുറിച്ച് വാങ്ങണം. കാരണം അത്രയ്ക്ക് നല്ല കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഉറപ്പാണ് ഏട്ടത്തല. അപ്പോൾ നമുക്കത് ചേർത്തിട്ട് നമ്മൾ ഒന്നിങ്ങനെ വഴറ്റണം. ഉപ്പ് ചേർക്കണേക്കാളും മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മീനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ഉപ്പ് നമുക്ക് ചേർക്കാം. പിന്നെ ഓരോരുത്തർക്കും ഉപ്പ് ഓരോ അളവിലാണ് ഇഷ്ടം. ചിലർക്ക് നന്നായിട്ട് ഉപ്പ് വേണം, ചിലർക്ക് വളരെ കുറച്ച് മതി, ചിലർക്ക് പാകത്തിന്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉപ്പ് കുറവാണ് ഇഷ്ടം. കൂടിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ ചേർക്കണ ഉപ്പ് സാധാരണക്കാർക്ക് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാകത്തിന് ഉപ്പ് ഇഷ്ടമുള്ളവർ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടും ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് സമയമെടുക്കും, ഒരുപാട് സമയമല്ല, എന്നാലും സാധാരണ മീൻ വേവുന്നതിനേക്കാളും കുറച്ചുകൂടെ സമയമെടുക്കും നമുക്ക് ഈ ഏട്ടത്തല വേവാൻ. എന്നാലും നമുക്ക് തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഇതിനെ പതുക്കെ വേവിക്കാം. അപ്പോൾ ഒന്നിങ്ങനെ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മളിത് കൊടംപുളി ഇട്ടിട്ടല്ല വേവിക്കുന്നത്. നമ്മൾ പുളിവെള്ളം, അതായത് വാളംപുളി, പുളിങ്ങ എന്നൊക്കെ പറയില്ലേ, കോൽപ്പുളി, അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അത്രയ്ക്കും പുളി വേണ്ട, എന്നാലും കുറച്ച് പുളി വേണം. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാൻ അതിൽ ചേർത്തിരിക്കുന്നത്. നമുക്ക് പുളി അറിയാൻ വേണം, എന്നാൽ മീൻകറി പോലെ പുളി മുന്നിട്ട് നിൽക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മളിത് വറുത്തരച്ചുണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ അതിന് ഒരുപാട് പുളിരസമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ പുളിവെള്ളം ചേർത്തതിൻ്റെ ഒപ്പം തന്നെ നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കായ ചേർത്ത് കൊടുക്കാം. കായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുകായോ നേന്ത്രക്കായോ എന്തായാലും കുഴപ്പമില്ല, കായ ചേർത്താൽ മതി. കായും കൂടി ചേർത്ത് വറുത്തരച്ച് വെക്കുമ്പോഴാണ് ഏട്ടത്തല കറി കഴിക്കാൻ നല്ല രുചി. ചിലർ 2-3 തലയൊക്കെ മേടിച്ച് വലിയ പാത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കോരി കഴിക്കും. ചിലർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഏട്ടത്തല. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മല്ലി, മുളക്, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേർക്കണം. ഒപ്പം ചിരകിയ തേങ്ങ. അപ്പോൾ ആദ്യം നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില, മുളക്, മല്ലി ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമുക്ക് ചിരകിയ തേങ്ങ ചേർക്കേണ്ടത്. കാരണം ഇതിനേക്കാളും വേഗത്തിൽ ചിരകിയ തേങ്ങ വറുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മൂത്തതിന് ശേഷം ചേർത്താലേ രണ്ടും ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. മുളകിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല.
അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുന്ന പോലെ തന്നെ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വറുക്കുക. ഇത് ശരിക്കും മിക്ക വീട്ടിലും വറുത്തരച്ചിട്ട് തന്നെയാണ് വെക്കുക. നമ്മൾ സാധാരണ തലക്കറി വെക്കുന്ന പോലെ അങ്ങനെ ഏട്ടത്തല വെക്കില്ല. പക്ഷേ സാധാരണ തലക്കറി വെക്കുന്ന പോലെ വെച്ചാലും നല്ല രുചി തന്നെയാണ് ഏട്ടത്തല. പക്ഷെ നമ്മൾ ഏട്ടത്തലയ്ക്കും കായ്ക്കും ഒരു പ്രത്യേക രുചി തന്നെയുണ്ട്. പിന്നെ അതുപോലെ ഇത് നമ്മൾ മുളക് പൊടി ചേർക്കാതെ പച്ചമുളകും കുരുമുളകും ഇട്ടിട്ട് വറ്റിച്ചിട്ട് വെക്കും. അതിങ്ങനെ വറ്റിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ വെറുതെ കഴിക്കണം. അതിന് അധികം എരിവൊന്നും ഉണ്ടായിരിക്കില്ല. അതും നല്ല രുചിയാണ്. അങ്ങനെ ചെയ്ത് നോക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചിരകിയ തേങ്ങയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ തലയും ഒരു വിധം വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങ വറുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ചേരാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ അരപ്പാണ് മുമ്പിൽ നിൽക്കുക. അത് പാടില്ല. ഈ അരപ്പ് നമ്മുടെ മീൻ തലയോട് ചേരണം. പിന്നെ ഇതിൻ്റെ അരപ്പിൻ്റെ രുചിയൊക്കെ ഈ മീനിൽ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5-6 മിനിറ്റ് നമുക്ക് വീണ്ടും വേവിക്കണം. ഇത് പിന്നെ മീൻ കഷ്ണങ്ങൾ പോലെ കേട്ടോ, നമുക്ക് സുഖമായിട്ട് ഇളക്കാം കേട്ടോ. കാരണം ഇത് ഉടയൊന്നുമില്ല. ഇത് അത്രയ്ക്കും ബലമാണ്. അതുമ്പോൾ അങ്ങനെ കുറച്ച് മാംസം പിടിച്ചിട്ടുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ നെയ്യായിരിക്കും. ആ നെയ്യ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ ഏട്ടത്തല നോക്കി വാങ്ങാൻ ശ്രമിക്കുക. ചെറിയ ഏട്ടത്തലയ്ക്ക് അത്ര രുചി ഉണ്ടാവില്ല. ഇതിലാണ് നെയ്യ് ഉണ്ടാവുക. ഈ ഏട്ടത്തലയുടെ നെയ്യ് എന്ന് പറയുന്നത് നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. അതൊന്നിങ്ങനെ തിളച്ചതിന് ശേഷം കേട്ടോ, ഒന്ന് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ വറുത്തരപ്പിൻ്റെ ശരിയായ രുചി വരെ ഈ തേങ്ങാപ്പാലും കൂടി ചേരുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ വറുത്തരപ്പിന് ചെറിയ കനപ്പുണ്ടായിരിക്കും. അത് ഈ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമുക്കിത് താളിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ പല വട്ടമായിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്ര വെളിച്ചെണ്ണ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ഓരോ പ്രാവശ്യവും അളവ് കുറയ്ക്കട്ടെ. പിന്നെ തേങ്ങ വറക്കുമ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാതെയും ഇരിക്കാം. അല്ലെങ്കിൽ മറ്റു ഉള്ളികളൊക്കെ ഒന്ന് വഴലാൻ വേണ്ടി മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ വേപ്പിലയും ചുവന്നുള്ളിയും ചേർത്തിട്ടാണ് അത് താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റുന്നത്. ഒപ്പം നമ്മളിതിൽ കടുക് പൊട്ടിക്കുന്നില്ല. പകരം നമ്മൾ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറും കൂടി നമ്മളിതിലേക്ക്, കടുക് പൊട്ടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കടുക് പൊട്ടിക്കാം. കാരണം പലരും ഈ ഏട്ട വറുത്തരയ്ക്കുമ്പോൾ കടുക് പൊട്ടിച്ചിട്ടാണ് താളിക്കാറ്. ഞാനത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കടുക് പൊട്ടിക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട്, പാകത്തിന് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. കറിയിലേക്ക് ഒഴിച്ചിട്ട് ശരിക്കും എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി നേരം അവിടെ ഇങ്ങനെ മൂടി വയ്ക്കുക. അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കറിയിലൊന്ന് പരക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം മാത്രം നമ്മൾ കറി ഇളക്കുക. അപ്പോഴാണ് ശരിക്കും ഉള്ളി കാച്ചിയ ഫ്ലേവർ നമുക്ക് ഈ കറിയിൽ ചേർന്നിട്ട് നല്ലൊരു മണം കാണും. എന്താ പറയുക, വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു മണം കിട്ടും. അതെല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. ഞാൻ പാൽക്കപ്പിൽ കടുക് പൊട്ടിക്കുന്നില്ല. അപ്പോൾ വെന്ത കപ്പയിലേക്ക് നല്ല കട്ടിപ്പാൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. എന്നിട്ട് അതിങ്ങനെ കുറുകി വരുമ്പോൾ നമ്മൾ വീണ്ടും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചൊഴിച്ച് അല്ലെങ്കിൽ കുറുകി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. പിന്നെ നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർക്കുക. ഇത്ര മതി. ഇനി കടുക് പൊട്ടിക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിൽ കുറച്ച് കടുക് പൊട്ടിച്ച് ചേർക്കുകയും ചെയ്യുക. അപ്പോൾ രണ്ടും എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. രണ്ടും കൂട്ടി കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്.